നമ്മുടെ ഈ ഗ്രൈൻഡർ സ്റ്റക്കായിട്ടിരിക്കുകയാണ്. കണ്ടോ, വീല് വർക്ക് ചെയ്യുന്നില്ല. അതിൻ്റെ ഉള്ളിൽ എന്തോ ജാമായിട്ടുണ്ട്. ഗിയറിൻ്റെ പ്രശ്നമല്ല, ആർമേച്ചറിൻ്റെ പ്രശ്നമല്ല, മറ്റെന്തോ പ്രശ്നമാണ്. എന്തായാലും അഴിച്ചു നോക്കാം. നമ്മുടെ സുഹൃത്തിൻ്റെ സാൻഡറാണ്. അപ്പോൾ അവർ ഇത് മിക്കവാറും സാധ്യത ഇതിൻ്റെ സ്വിച്ച് പോയിട്ടുണ്ട് ബാക്കിൽ. നമ്മുടെ വീലൂരാനായിട്ട് ഉപയോഗിക്കുന്ന സ്വിച്ച് പോയതുകൊണ്ട് അവർ റാഡൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഊരിയെന്നാണ് പറയുന്നത്. അപ്പോൾ അത്തരത്തിൽ എന്തെങ്കിലും അടന്ന് അതിൻ്റെ ഉള്ളിലിരിക്കാനാണ് സാധ്യത. എന്തായാലും അഴിച്ചു നോക്കാം. ഇപ്പോൾ സാൻഡറൊക്കെ നമുക്ക് തന്നെ റിപ്പയർ ചെയ്യാനുള്ളൂ. കാരണം ഇത് സിമ്പിളായിട്ട് ചെയ്യാവുന്ന കാര്യങ്ങളുള്ളൂ. നമ്മൾ പരമാവധി ആളുകളും ഇത്തരത്തിൽ എന്തെങ്കിലും കംപ്ലയിൻറ്റ് വന്നാൽ അപ്പം തന്നെ സർവീസ് സെൻ്ററിൽ കൊണ്ടു കൊടുക്കും. ഇപ്പോഴും പല ആളുകൾക്കും കാർബൺ പോലും മാറ്റാൻ അറിയാത്ത ആളുകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതിനുള്ളൊരു പീസ് ഒടിഞ്ഞിരിപ്പുണ്ട്. കണ്ടോ, നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെ അവർ വീലൂരാൻ വേണ്ടിയിട്ടേ കമ്പി എന്തോ ഉപയോഗിച്ച് തിരിച്ച് ഉരിയാനെടുക്കുക. അതിൻ്റെ കവറിങ് പൊട്ടിയിട്ടുണ്ടായിരുന്നു. അത് പിന്നീട് സാൻഡർ വർക്ക് ചെയ്യുന്ന നേരത്ത് കടന്ന് ഇതിൻ്റെ ഗ്യാപ്പിൽ കയറിയാണ്. അങ്ങനെയാണ് സ്റ്റക്കായിരിക്കുന്നത്. കണ്ടോ, ഇത് നമുക്ക് തട്ടി ഊരിയെടുക്കണം. നമുക്കൊരു ഉള്ളി വെച്ചിട്ട് തട്ടി മാറ്റാം. അത് അതിൻ്റെ ഉള്ളിൽ കറക്റ്റായിട്ട് കയറി സ്റ്റക്കായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പരമാവധി സാൻഡറിൽ സ്വിച്ച് പോയിട്ടുണ്ടെങ്കിൽ അത് റിപ്പയർ ചെയ്ത് മാറ്റിയതിന് ശേഷം മാത്രം ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. ഇതുപോലെ കമ്പിയാക്കിയിട്ട് കട്ടിങ് വീല് അഴിക്കാൻ ശ്രമിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലെ കവറിങ് പൊട്ടാൻ സാധ്യതയുണ്ട്. കാരണം വലിയ ബലമൊന്നും ഉണ്ടാവില്ല ഇനി. അപ്പോൾ അത്തരത്തിൽ പൊട്ടിയതാണ്. കണ്ടോ, ഇത്രയും വലിയൊരു പീസാണ്. അതിൻ്റെ സ്വിച്ചിൻ്റെ പോർഷൻ വരുന്ന ഒരു കവറിങ് ഉണ്ട്. അത് അടന്ന് അതിൻ്റെ ഉള്ളിലേക്ക് കയറിയിരിക്കുന്നതാണ്. ഇപ്പോൾ വീല് ഫ്രീ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. കണ്ടോ, ഇവിടുത്തെ സ്വിച്ച് പോയിട്ട് കമ്പി കയറ്റിയതിൻ്റെ പ്രശ്നമാണ്. അപ്പോൾ അത് പരമാവധി അത്തരത്തിൽ ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ വരുന്ന ആ ഒരു പീസ് അങ്ങനെ തന്നെ ഒടിഞ്ഞതിൻ്റെ ഉള്ളിൽ കയറിയിരിക്കുകയാണ്. അപ്പോൾ അതിന് വലിയ അപകടങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. കാരണം കട്ടിങ് വീലടക്കം പൊട്ടിത്തെറിച്ചെങ്കിലും വേറെ അപകടങ്ങളൊന്നും ഉണ്ടായില്ല. അത് ഭാഗ്യം. അപ്പോൾ ചെയ്യുന്ന ആളുകൾ കൂടുതൽ ശ്രദ്ധിക്കുക. പിന്നെ ഇതിൽ സാൻഡറിനൊക്കെ പൊതുവേ കംപ്ലയിൻറ്റ് വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ ആർമേച്ചർ അല്ലെങ്കിൽ കാർബൺ അല്ലെങ്കിൽ ഗിയർ, ഈ മൂന്നിലാണ് നോർമൽ കംപ്ലയിൻറ്റ് വരാറ്. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് വർക്ക് ചെയ്യിപ്പിച്ച് നോക്കാം. അത് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി ഇതേപോലെ തന്നെ മറ്റൊരു ഗ്രൈൻഡർ കൂടി റെഡിയാക്കാനുണ്ട്. ഈ ഗ്രൈൻഡറിൻ്റെ ഗിയർ വീലാണ് പോയിരിക്കുന്നത്. ഗിയർ വീൽ തേഞ്ഞിട്ടുണ്ട്. അത് ഓൺ ചെയ്ത് കഴിഞ്ഞാലും കട്ടിങ് വീലിട്ട് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ സ്റ്റക്കായിട്ട് നിൽക്കും. എന്നാൽ ആർമേച്ചർ വർക്ക് ചെയ്യുകയും ചെയ്യും. അപ്പോൾ അത് വീല് ഊരിയെടുക്കണം. വീല് ഊരിയെടുക്കാൻ 2 പട്ട മതി. ഇപ്പോൾ പട്ടയില്ലാത്തതുകൊണ്ട് പാത്തിക്ലാമ്പ് വെച്ച് സൈഡിൽ വെച്ച് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് അടിച്ചു വരാനായിട്ട് ഇതുപോലെ ഒരു പൈപ്പിൻ്റെ ഉള്ളിലേക്ക് വെച്ചിട്ട് അതായത് ഗ്യാപ്പിൽ വെച്ചിട്ട് അമർന്ന് അടിച്ച് കഴിഞ്ഞാൽ വീല് ഊരി പോരും. സിമ്പിളായിട്ട് ഒറ്റയടി സംഭവം ഊരി പോന്നു. ഇത്രേ ഉള്ളൂ ഗിയർ ഊരിയെടുക്കാനുള്ള സംഭവം. എളുപ്പത്തിൽ തന്നെ നമുക്ക് ഊരിയെടുക്കാം. പിന്നെ ഈ പുതിയ വീല് എടുത്ത് കാണിച്ചു തരാം. അതും പഴയ വീലും കൂടി നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അതിൻ്റെ പല്ലുകൾ ആണോ വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നുണ്ടോയെന്നറിയില്ല. എന്നാലും ആ പല്ലുകൾ തേഞ്ഞ് പോയിട്ടുണ്ട്. തേഞ്ഞ് പോയതിൻ്റെ പ്രശ്നമാണ് ഗിയറിൽ പിടുത്തം വരാതെ സ്ലിപ്പായിക്കൊണ്ടിരിക്കും. അപ്പോൾ എന്നാലും നമുക്ക് ഇതേപോലെ ഒരു എടുത്തിട്ട് ഇതിൽ റീസെറ്റ് ചെയ്യാം. ഇതേപോലെ തന്നെ വെച്ചിട്ട് നമുക്കൊന്ന് ആമറിനെ അടിച്ച് അതൊരു കവറിങ് വെച്ചിട്ട് താഴോട്ട് അടിച്ച് കഴിഞ്ഞാൽ സെറ്റാവും. ഇപ്പോൾ നമുക്ക് സൈറ്റിലായതുകൊണ്ട് അതിൻ്റെ കവറിങ് ഇല്ല. അതുകൊണ്ട് സ്ക്വയർ ട്യൂബിൽ വെച്ചിട്ട് തിരിച്ച് വെച്ചാണ് അടിക്കുന്നത്. ഇങ്ങനെ അടിക്കാൻ പാടില്ല. ശരിക്കും അടിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിൽ ത്രെഡ് കംപ്ലൈൻ്റ് ആവാൻ സാധ്യതയുണ്ട്. എന്നാലും നമ്മൾ ആ രീതിയിൽ തന്നെ അടിക്കാനേ ഇപ്പോൾ നിർവാഹമുള്ളൂ. അതുകൊണ്ട് അത്തരത്തിൽ അടിച്ച് ഇത് റെഡിയാക്കിയാണ്. ഇങ്ങനെ അടിച്ച് സെറ്റാക്കി കഴിഞ്ഞത് ഇളക്കം വരാൻ പാടില്ല. അത്രയും ടൈറ്റായിട്ട് കണ്ടോ, പക്കയായിട്ട് ടൈറ്റായിട്ട് വന്നിട്ടുണ്ട്. ഫ്രീ ആയിട്ട് വന്നു കഴിഞ്ഞാൽ വീണ്ടും പല്ല് പോകും. അപ്പോൾ അത് കറക്റ്റാണോ എന്ന് നോക്കാം. കറക്റ്റായിട്ടുണ്ട്. ഇനി നമുക്ക് എന്തായാലും സെറ്റ് ചെയ്ത് ഓൺ ചെയ്ത് നോക്കാം വർക്കായിട്ടുണ്ടോ എങ്ങനെയാണെന്ന്. ഇപ്പോൾ വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് തന്നെ ചെയ്യാം. എന്നിരുന്നാലും സേഫ്റ്റി പ്രാധാന്യമുണ്ട്. അപ്പോൾ കറണ്ടിൽ ചെയ്യുന്ന കാര്യങ്ങളായതുകൊണ്ട് ശ്രദ്ധയോടുകൂടി തന്നെ വേണം കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ. ഇതിൻ്റെ പാർട്സുകളെല്ലാം നമുക്ക് തന്നെ സ്വന്തമായിട്ട് അഴിച്ച് റിപ്പയർ ചെയ്യാവുന്നുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആർമേച്ചർ, കാർബൺ, ഗിയർ, ഇത് ഈ സാധനങ്ങളാണ് പൊതുവേ സാൻഡറിൽ കംപ്ലയിൻറ്റ് വരാറ്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് തന്നെ സ്വന്തമായിട്ട് അഴിച്ച് ചെയ്യാവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.